തനു കാന്തി തൊഴുന്നേൻ അണി തിങ്കൾ കല ചൂടും ഉരുചീട തൊഴുന്നേൻ ദുഷ്ടരാമസുരരെ ദഹിക്കും തീജ്വലിക്കും പടു കൺമീഴി മിന്നും നിടിലവും തൊഴുന്നേൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സങ്കല്പമാണ്, നമ്മുടെ സങ്കല്പമാണ് വാക്കായിട്ടും പ്രവൃത്തിയായിട്ടും ഒക്കെ ആയിട്ട് തീരുന്നത്. എന്താണോ നമ്മൾ സങ്കല്പിക്കണം, വിവേകാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്താണോ ചിന്തിക്കണം അതായിട്ട് നമ്മൾ തീരും. നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അത് ഭവിക്കും. ആ സങ്കല്പത്തിന് അത്രയും ശക്തി ഉണ്ട്. അത് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് അത് വേണ്ട വിധത്തിലായി തീരണേ എന്നുള്ളതാണ് നമുക്ക് ഭഗവതിയോടുള്ള പ്രാർത്ഥന. നല്ല അഭീഷ്ടങ്ങളൊക്കെ എല്ലാം വേണ്ട വിധത്തിലാവണമെങ്കിൽ ദേവതാനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഭീഷ്ടവും സിദ്ധിക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടേതായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളും പൂർണ്ണതയിൽ എത്തണമെന്നാണ് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത്. അതിനൊരു സങ്കല്പമുണ്ട്, അതൊന്ന് ചൊല്ലിത്തരാം. എല്ലാവരും ഒന്ന് ഏറ്റു ചെല്ലുക. എല്ലാ മാസവും പറയണ പോലെ തന്നെ ഒന്ന് ഉറക്ക ചെല്ലിയാൽ നമുക്കൊരു എളുപ്പമുണ്ട്. അതായത് എല്ലാവരും ചെല്ലുണ്ടെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. എൻ്റെ ഒച്ചയുടെ മോളിക്ക് നിങ്ങളുടെ ഒന്നും പോണില്ല. ഒന്ന് ചെല്ലാം, മാക്സിമം അവനാനും പറ്റുന്ന രീതിയിൽ ഉറക്ക ചെല്ലുക. നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞത്, നമ്മൾ വളരെ സംഘർഷമായിട്ടിരിക്കുകയല്ലേ. ഉറക്ക രണ്ട് തൊള്ളട്ട് കഴിഞ്ഞാൽ സംഘർഷം ലൂസാവില്ല. നമ്മൾ ചിലപ്പോൾ നല്ല എന്താ ചുണ്ടി എടുത്തിട്ടാവും പറയുണ്ടാവുക. നമ്മുടെ ആ ഒരു എനർജി ഒന്ന് ലൂസായി നമ്മളൊന്ന് ഫ്രീ ആവും. അതുപോലെ നാമജപങ്ങളുണ്ടാവുന്ന ഗുണം എന്താ വെച്ചാൽ പ്രശ്നമൊന്നും സമയമില്ല, ധൈര്യം ഉണ്ടാവും. എല്ലാത്തിനും നമുക്ക് വരുന്ന സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ല, സാഹചര്യങ്ങളൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് കൊടുക്കും. അതാണ് നാമജപങ്ങളുള്ള സാഹചര്യങ്ങൾ മാറ്റാൻ ആർക്കും സാധിക്കില്ല. സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പം അത് വേണ്ട വിധത്തിലാവുക. ആ സങ്കല്പങ്ങളൊക്കെ പൂർണ്ണത